ഹായ് ഓൾ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയ പോർഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ബേസ് സ്ലാബിനകത്തെ ഫസ്റ്റ് പോർഷനാണ്. അതേതാണ് ആ പോർഷൻ? ഡിസൈൻ ഓഫ് ടോ സ്ലാബ് അല്ലേ? ഇപ്പോൾ ടോ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ ടോ സ്ലാബ് ഡിസൈൻ ചെയ്തപ്പം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ദെൻ ഷിയർ ചെക്ക് ചെയ്തിട്ടുണ്ട്, സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെന്താണ്, അത്രയും മാത്രമാണ് നമ്മൾ ടോസ് ലാബിന് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിഗർ റീറ്റെയിനിങ് വോൾ വരച്ചു. റീറ്റെയിനിങ് വോളിനകത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡയഗ്രാം വരച്ചു. ആ വരച്ച ഫിഗറിനകത്ത് പോർഷൻസും കൂടെ എടുത്തിട്ടാണ് ടോട്ടൽ ലോഡും അതേപോലെ തന്നെ ടോട്ടൽ മൊമെൻറ്റും ഒക്കെ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഫിഗർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഡിസൈൻ ഓഫ് ബേസ് സ്ലാബ് എന്ന് പറഞ്ഞ് തുടങ്ങി. റീറ്റെയിനിങ് വോളിനകത്ത് 1 സെക്ഷൻ അതേപോലെ തന്നെ 2 സെക്ഷൻ എന്ന് പറഞ്ഞ് 2 സെക്ഷൻ എടുത്തു. ആ സെക്ഷൻ നമ്മൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പി മാക്സും പി മിനിമവും. ഓക്കെ, പി മാക്സും പി മിനിമവും 2 പോർഷൻസ് ഉണ്ട്, പി മാക്സ് ആൻഡ് പി മിനിമം. ദെൻ 1 സെക്ഷനെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തേക്കും അതേപോലെ തന്നെ 2 സെക്ഷനെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈറ്റ്, അല്ലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഈ ഒരു വാല്യൂ അത് എക്സ് ഡാഷ് എന്നും ഈ ഒരു വാല്യൂവിനെ നമുക്ക് വൈ ഡാഷ് എന്നും അസ്യൂം ചെയ്യാം. ഈ എക്സ് ഡാഷും വൈ ഡാഷും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ആ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഇത് 1 എന്ന് പറയുന്ന സെക്ഷനും ഇതെന്ന് പറയുന്നത് എന്താണ് 2 എന്ന് പറയുന്ന സെക്ഷനുമാണ്. സോ 1 സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ, 2 എന്ന് പറയുന്ന സെക്ഷന് കറസ്പോണ്ടിങ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അതുള്ള വാല്യൂമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്ത് മേജർ പോർഷൻ എന്ന് പറയുന്നത്. ബേസ് ലാബ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് ലാബിൻ്റെ എന്തെങ്കിലും ഒരു വാല്യൂസ് നമ്മൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പോർഷൻസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ദെൻ അതിനുശേഷം നമ്മൾ ആ ഒരു ഫിഗർ മാത്രം സെപ്പറേറ്റ് എടുത്ത് വെച്ച് വരച്ചേക്കുകയാണ്. ദെൻ 1 സെക്ഷനെ കാണിക്കുന്ന ലൈൻ ആൻഡ് 2 സെക്ഷനെ കാണിക്കുന്ന ലൈൻ. സോ ഈ ഡിസ്റ്റൻസ് എല്ലാം 24 ആണ്, കാരണം ഈ ഡിസ്റ്റൻസിന് ഈക്വലൻ്റ് ആണ്. അതേപോലെ എന്താണ്ട് ഇത് അറിയാൻ വയ്യാത്തത് x1ഉം y1ഉം ആയിരുന്നു. സോ x1ഉം y1ഉം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ x1ഉം y1ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതാണ്ട് ഈ ഒരു ഫിഗറിനകത്തെ ഈ ഒരു ട്രയാങ്കിളിനെയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം സെപ്പറേറ്റ് എടുത്ത് വെച്ച് വരച്ചേക്കുകയാണ്. ദെൻ അതൊന്ന് x1ഉം y1ഉം കണ്ടുപിടിച്ചിട്ടുള്ളത് സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ടാണ്. സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് ആ സിമിലർ ട്രയാങ്കിൾ? ഓക്കെ, ആദ്യം എന്താണ്ട് ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ വലിയ ട്രയാങ്കിൾ കോമൺ ആണ്. ദെൻ ഈ വലിയ ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യുക. ദെൻ അതിനുശേഷം പിന്നെ ട്രയാങ്കിൾ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇതാണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ഈ x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പം ഈ ഒരു വലിയ ട്രയാങ്കിൾ കോൺസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ട്രയാങ്കിൾ ഏതാണ് എടുക്കേണ്ടത്? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാനായിട്ടും y1നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ 2 ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ടാണ് x1ഉം y1ഉം കണ്ടുപിടിച്ചത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇതാണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. കാരണം x1ഉം y1ഉം നമ്മൾ സിമിലർ ട്രയാങ്കിൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടോയുടെ തൊട്ടപ്പുറത്തുള്ള ഇതാണ് റീറ്റെയിനിങ് വോൾ അല്ലേ? ഈ റീറ്റെയിനിങ് വോളിൻ്റെ 1 സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടോ സ്ലാബ്. ഇത് ടോ സ്ലാബാണ്. ടോ സ്ലാബ് കഴിഞ്ഞ് നിൽക്കുന്ന ആ പോർഷൻ അതാണ് 1 സെക്ഷൻ. സോ അവിടുത്തെ പ്രഷറിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 2 സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീൽ സ്ലാബ് തുടങ്ങുന്ന അതിന് തൊട്ട് മുന്നേ ഉള്ള ആ വാല്യൂ, അവിടുത്തെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ ആണ് ഇത്രയും എന്ന് പറയുന്നത്, 24 + y1 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ സിമിലർ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ചെയ്ത വാല്യൂസ് ആണ്. സോ അങ്ങനെ എക്സ് ഡാഷും വൈ ഡാഷും കിട്ടി. എക്സ് ഡാഷും വൈ ഡാഷും എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ്? ടോട്ടൽ ഈ വാല്യൂ ആണ്. നമ്മൾ തൊട്ട് മുന്നത്തെ ഫിഗറിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഇത് എക്സ് ഡാഷും വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? വൈ ഡാഷും ആണ്. ഈ എക്സ് ഡാഷും വൈ ഡാഷും ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത്. സോ എക്സ് ഡാഷും വൈ ഡാഷും ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും പ്രഷറാണ്. സോ 78ഉം 69ഉം. സോ ഇത് എന്തുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീൽ സ്ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോ സ്ലാബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹീൽ സ്ലാബ് ചെയ്യുന്ന സമയത്തും ഈ വാല്യൂസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതൊന്നുകൂടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബേസ് സ്ലാബ് എന്ന് പറഞ്ഞ് ഒരു മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ജനറൽ പറഞ്ഞേക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബാണ്. അപ്പോൾ ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ആദ്യം വരച്ച അതേ ഫിഗറുകൾ തന്നെയാണ്. സ്റ്റെമ്മ്, ടോവ്, ഹീല്. ദെൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗർ താഴെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ പി മിനിമം വാല്യൂവും പി മാക്സിമം വാല്യൂവും എടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ 2 സെക്ഷനാണ് താഴേക്ക് പോയേക്കുന്നത്. ആൻഡ് 2 സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് വൈ ഡാഷ് ആയിരുന്നു. അത് ഏതിൻ്റെയൊക്കെ സമ്മേഷൻ ആയിരുന്നു? 24.87ൻ്റെയും y1ൻ്റെയും സമ്മേഷൻ ആയിരുന്നു വൈ ഡാഷ്. ഈ വൈ ഡാഷ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറിനകത്ത് അത്രയുമാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റീറ്റെയിനിങ് വോൾ അല്ലേ. അപ്പം ഈ റീറ്റെയിനിങ് വോൾ കണ്ട് ഇത്രയും മാത്രമേ റീറ്റെയിനിങ് വോൾ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്ത് കണ്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇവിടെ ഡോട്ടഡ് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീൽ സ്ലാബാണ്. ഓക്കെ, ഹീൽ സ്ലാബിൻ്റെ റൈറ്റ് സൈഡിൽ ആണ് എന്തുള്ളത്? എർത്ത് ഫിൽ ഉള്ളത് അല്ലേ. ഇതെല്ലാം എർത്ത് ഫില്ലാണ്. സോ ആ എർത്ത് ഫില്ലിൻ്റെ പോർഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇതാണ്ട് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എർത്ത് ഫില്ലാണ്. അപ്പോൾ ഹീൽ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എർത്ത് ഫില്ലിൻ്റെ വെയിറ്റും കൂടെ അതിനകത്തേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ അതും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു പോർഷനും കൂടെ എടുത്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ആ ഒരു ഫിഗറിനകത്ത്, ഹീൽ സ്ലാബ് ഡിസൈൻ ചെയ്യുന്ന ഫിഗറിനകത്ത് ആ എർത്ത് ഫില്ലിനെ കാണിച്ചത്. അതേസമയത്ത് ടോ സ്ലാബ് ഒരു എർത്ത് ഫില്ലിനെയും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് ടോ സ്ലാബിൻ്റെ കേസിൽ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഹീൽ സ്ലാബിൻ്റെ കേസിൽ ഹീൽ സ്ലാബിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എർത്ത് ഫില്ല് നിൽക്കുന്നത്. സോ എർത്ത് ഫില്ലിൻ്റെ പോർഷനാണ് ദാണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു പോർഷനെയും എർത്തിൻ്റെ ആ ഒരു ഡെൻസിറ്റി അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു പോർഷനെയും കൂടെ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഫിഗർ മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇത് ഫുള്ളി അതിനകത്ത് ഉള്ള വാല്യൂസും നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പോർഷൻസിനെയൊക്കെ എടുക്കണം എന്ന് കാണിച്ചിട്ടുള്ളൊരു ഫിഗറാണ്. ഓക്കെ, അതിനകത്ത് ടോ സ്ലാബ്, അതേപോലെ തന്നെ ടോ സ്ലാബ്, സ്റ്റെമ്മ്, ഹീൽ സ്ലാബ് കാണിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം എർത്ത് ഫില്ലിൻ്റെ പോർഷൻ, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എർത്ത് ഫില്ലിൻ്റെ പോർഷനാണ്. അതിനുശേഷം പിന്നെ വരുന്നത് ഇതിവിടെ ഇങ്ങനെ വരുന്നത് ദാറ്റ് ഈസ് ഹീൽ സ്ലാബ്. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീൽ സ്ലാബാണ്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഹീൽസ്, ആ 2 സെക്ഷൻ താഴേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ 2 സെക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹീൽ സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഫിഗേഴ്സിനെ നോക്കുക. അപ്പം ഹീൽ സ്ലാബ് 2 സെക്ഷന് ഇങ്ങോട്ടേക്കാണ് ആ ഫിഗറുകൾ വരുന്നത്. ആ ഫിഗർ ഏതൊക്കെയാണ്? ഒന്ന് താണ്ടേ ഈ ഫിഗർ, അതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ. പിന്നെ വരുന്ന ഏതാണ്? ഒരു ചെറിയ ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ. അതാണ്ട് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ. ഓക്കെ, ഇത്രയും ഫിഗേഴ്സാണ് ആ ഹീൽ സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഹീൽ സ്ലാബിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് എടുക്കേണ്ട ഫിഗേഴ്സ് ഇതൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ, പിന്നെ ഹീൽ സ്ലാബിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ. ഇത്രയും പോർഷൻ മാത്രമേ എടുക്കാവൂ. ഇത്രയും പോർഷൻ മാത്രമേ ഹീൽ സ്ലാബിനുള്ളൂ. ടോ സ്ലാബിൻ്റെ കേസിലാകുമ്പോൾ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? ടോ സ്ലാബ് എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷനെ ടോ സ്ലാബിനും ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഹീൽ സ്ലാബിൻ്റെ കേസാണ് എടുത്തത്. നെക്സ്റ്റ് ഇതിനെ കൂടാതെ പിന്നെ എന്താണ്? ഇവിടെ എർത്ത് ഫിൽ എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ ഉണ്ട്. ഓക്കെ, അതും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു ഫിഗറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ടോട്ടൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ഹീൽ സ്ലാബിനെ കറസ്പോണ്ട് ചെയ്തുള്ള ടോട്ടൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ 2 ഫിഗേഴ്സ് വരും. പിന്നെ ഹീൽ സ്ലാബ്, എർത്ത് ഫില്ല്, ഇത്രയും ഫിഗേഴ്സാണ്. സോ ഇവിടെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. എർത്ത് ഫില്ലിൻ്റെ പോർഷൻ 1, ദെൻ ഹീൽ സ്ലാബിൻ്റെ ഇത്രയും പോർഷൻ ദാറ്റ് ഈസ് 2, ദെൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കറസ്പോണ്ടിങ് ടു ഹീൽ സ്ലാബ്, ഫസ്റ്റ് റെക്റ്റാങ്കിൾ പോർഷൻ. നമുക്ക് മൊത്തത്തിലുള്ള ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്രയും ഫിഗറാണുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ആ ഫിഗർ കിടക്കുന്നത്. പക്ഷേ ഈ ഫിഗർ ഇങ്ങനെ കിടന്നിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഷേപ്പിലേക്ക് ആ ഫിഗേഴ്സിനെ മാറ്റി ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്താക്കി മാറ്റുന്നത്? ഇവിടെ ഒരു അറിയാവുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഡയമെൻഷനൊക്കെ അറിയാം. ഇത്രയും പോർഷൻ 24.87ഉം ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ സെയിം ഡയമെൻഷനാണ്. ഹീൽ സ്ലാബിൻ്റെ ഇത്രയും ഡയമെൻഷൻ അത് എത്രയാണ്? 1.65 മീറ്ററാണ്. സോ അതിൻ്റെ ഡയമെൻഷൻ അറിയാം. നെക്സ്റ്റ് പിന്നെ വരുന്നതാണ്ടേ
ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. അപ്പോൾ ട്രയാങ്കിളിന് ദാണ്ടേ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അവിടെ y1 ആണ്. സോ y1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏതാണ് ദാണ്ടേ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാണ്ടേ ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 1.65. സോ നമുക്ക് അറിയാവുന്ന ഷേപ്പിലേക്ക് മാറ്റി. അതേ സമയത്ത് ദാണ്ടേ ഇങ്ങനെ കിടന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ രണ്ട് അറിയാവുന്ന ഫിഗേഴ്സ് ആക്കി മാറ്റാം. അറിയാവുന്ന ഫിഗേഴ്സ് ആക്കി മാറ്റി ദാണ്ടേ ഇതിലേക്കൂടെ ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ട് ലൈൻ കട്ട് ചെയ്ത്, കാരണം അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു അറിയാവുന്ന ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? സോ നമുക്ക് ചെയ്യേണ്ട ഫിഗേഴ്സുകളൊക്കെ നമ്മൾ ആ ഈ ഒരു ഫിഗറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാണിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത് 1 2 3 4, അതായത് ആവശ്യം ഈ തൊട്ട് മുന്നത്തെ ഫിഗറിനകത്ത് തൊട്ട് മുന്നത്തെ ഫിഗറിനകത്ത് എല്ലാം കൂടെ മിക്സായി കിടക്കുമായിരുന്നു. അപ്പോൾ ആ മിക്സായി കിടക്കുന്ന ഫിഗറിനെ വൺ പോർഷനെ അതിൻ്റെ ഡയമെൻഷൻ ഉൾപ്പെടെ എടുത്ത് എഴുതിയിരിക്കുന്നു, 2 പോർഷനെ അതിൻ്റെ ഡയമെൻഷൻ ഉൾപ്പെടെ എടുത്ത് എഴുതിയിരിക്കുന്നു, 3 പോർഷനെ അതിൻ്റെ ഡയമെൻഷൻ ഉൾപ്പെടെ എടുത്തിരിക്കുന്നു, 4 പോർഷനെ അതിൻ്റെ ഡയമെൻഷൻ ഉൾപ്പെടെ എടുത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ടോസ് ലാബും ചെയ്യാം. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ആ ഡയമെൻഷനും കൂടെ എടുത്ത് എഴുതുമ്പം അതിൻ്റെ ഏരിയയും അതേപോലെ തന്നെ വോളിയവും ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിനകത്തുനിന്ന് തപ്പി പറക്കി ഓരോ ഡയമെൻഷൻസിന് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഫസ്റ്റ് സെക്ഷൻ എർത്ത് ഫില്ലായിരുന്നു. എർത്ത് ഫിൽ എന്ന് പറയുന്നത് നോക്കിയാൽ മനസ്സിലാകും. എർത്ത് ഫിൽ എന്ന് പറയുന്ന പോർഷൻ എവിടെ തൊട്ട് എവിടെ വരെയാണ്? എർത്ത് ഫിൽ ഇതാണ്ട് ഇത്രയുമാണ് എർത്ത് ഫിൽ എന്ന് പറയുന്നത്. സോ എർത്ത് ഫില്ലിൻ്റെ ഇതെന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 5 മീറ്റർ. ദാൻ ഇത്രയും എന്ന് പറയുന്നത് എത്രയാണ്? 1.65. ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ അത് തന്നെയാണ് ദാണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 1.65 മീറ്റർ. അപ്പോൾ എർത്ത് ഫില്ലിൻ്റെ കേസായി. നെക്സ്റ്റ് വേണ്ടത് ഹീൽ സ്ലാബാണ്. ഹീൽ സ്ലാബിൻ്റെ കേസിൽ നോക്കിക്കേ, ഇത്രയുമാണ് ഹീൽ സ്ലാബിൻ്റെ പോർഷന്. അപ്പം ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.65. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് ബേസ് സ്ലാബാണ്. അത് ഹീൽ സ്ലാബിനും ടോ സ്ലാബിനും ആ ഡെപ്ത് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 0.4 ആണ്. ഇത് തന്നെയാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കാം. സോ നെക്സ്റ്റ് വരുന്നത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഫിഗറിനകത്തെ ഈ ഫസ്റ്റ് റെക്റ്റാങ്കിൾ പോർഷനാണ്. സോ അവിടെ അതിൻ്റെ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 24.87. ദാൻ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.65. അപ്പോൾ അത് തന്നെയാണോ നോക്കാം. റെക്റ്റാങ്കുലർ പോർഷൻ. നെക്സ്റ്റ് വരുന്നത് അടുത്ത ട്രയാങ്കിൾ പോർഷനാണ്. അപ്പോൾ ആ ട്രയാങ്കിൾ പോർഷൻ നോക്കാം. ട്രയാങ്കിൾ പോർഷനാണ് സോ ദാണ്ട് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.65ഉം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് y1 എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയമെൻഷൻസും ഓക്കെ ആയി. അതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 പോർഷൻസിനെ മാത്രം എടുത്തിട്ടാണ് നമുക്കിനി ടേബിൾ ചെയ്യേണ്ടത്. ടോസ് ലാബിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെ പോർഷൻസ് അറിയാവുന്ന പോർഷൻസ് ആക്കി മാറ്റിയിട്ട് ഏതൊക്കെ പോർഷൻസ് ഇൻക്ലൂഡഡ് ആണോ ആ പോർഷൻസിൻ്റെ എല്ലാം കൂടെ എന്ത് കണ്ടുപിടിക്കും? ലോഡ് കണ്ടുപിടിക്കും, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും, മൊമെൻറ്റ് കണ്ടുപിടിക്കും. അതൊരു ടേബിളിനകത്താണ് ചെയ്യുന്നതല്ലേ. സോ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ടോസ് ലാബിൻ്റെ കേസിൽ ചെയ്ത ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാണിക്കാം. ടോസ് ലാബിന് ചെയ്ത ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോസ് ലാബിന് 1-1 സെക്ഷൻ ആയിരുന്നു അല്ലേ. 1-1 സെക്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു 1-1 സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത് ആ 1-1 സെക്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്കായിരുന്നു ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. അതായത് ഈ ഡയമെൻഷൻ എത്രയാണോ ആ ഡയമെൻഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. അത് ടോസ് ലാബിൻ്റെ കേസിൽ. അപ്പം ടോസ് ലാബിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് വിച്ച് ഈസ് മെഷേർഡ് ഫ്രം 1-1 സെക്ഷൻ. ദെൻ അതേ സമയത്ത് ഹീൽസ് ലാബിൻ്റെ കേസിൽ ഇത് ഏതാണ് സെക്ഷൻ? 2-2 സെക്ഷനാണ്. അപ്പം ഹീൽസ് ലാബിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് 2-2 സെക്ഷനിൽ നിന്ന് വേണം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബേസിക് ഡയമെൻഷൻ എന്ന് പറയുന്നതാണ്ട് ഈ 1.65 ആയിരിക്കും. സോ 1.65നെ എൻ്റെ എത്രയാണ് എന്നുള്ളത് by 2 ആണോ ദെൻ by 3 ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് നമ്മുടെ ഫിഗേഴ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ഒരു റെക്റ്റാങ്കിൾ പോർഷനാണ്. ഇവിടെ എർത്ത് ഫില്ലുണ്ട്. ഈ എർത്ത് ഫില്ലിൻ്റെ ഫുൾ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്.
അപ്പം ഇതിൽ നിന്നും ഇങ്ങോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ ഫിഗറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ സെൻറ്റർ എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5/2 ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി, അതായത് 1.65/2 ആണ്. നമുക്ക് വേണ്ടത് എവിടെ നിന്നാണ്? 2 സെക്ഷനിൽ നിന്നുള്ള സെൻറ്ററോടാണ്. അപ്പോൾ അത് ഏതാണ്? 1.65/2. അങ്ങനെയാണ് സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കേസ് അങ്ങനെയാണ് സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സെൻറ്റർ റെക്റ്റാങ്കിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ നമുക്ക് ഡെപ്ത് വൈസിലും സെൻറ്ററുണ്ട്, വിഡ്ത്ത് വൈസിലും സെൻറ്ററുണ്ട്. ഇവിടെ എടുക്കേണ്ടത് വിഡ്ത്ത് വൈസ് സെൻറ്ററാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് വിഡ്ത്ത്, ഈ ഡയറക്ഷനാണ് വിഡ്ത്ത്. സോ വിഡ്ത്ത് വൈസ് സെൻറ്ററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിളിനകത്തേക്ക് നോക്കാം. ഇതാണ് ടേബിളിനകത്ത് ഫസ്റ്റ് എർത്ത് ഫില്ലാണ്. അപ്പം എർത്ത് ഫില്ല് എന്ന് പറയുന്നത് നോക്കുക. എർത്ത് ഫില്ല് എന്ന് പറയുന്നത് ഇതാണ്. സോ അതിൻ്റെ ലോഡ് ഫസ്റ്റ് നമുക്ക് എഴുതാം. ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം, ആ ഒരു ഫിഗറിൻ്റെ വോളിയം. ഇനി അത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റി. ഇപ്പം വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ഏരിയ 5 റെക്റ്റാങ്കിൾ ആണ്. സോ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. സോ 5 × 1.65. ഇനി നമ്മൾ യൂണിറ്റ് ലെങ്ത്തിലാണ് എപ്പോഴും ചെയ്യുന്നത്. സോ 1, ഇത് അതിൻ്റെ വോളിയമായി. എർത്ത് ഫില്ല് എന്ന് പറയുന്നത് അവിടെ ഡെൻസിറ്റി ഓഫ് സോയിലുണ്ട്. സോ 16 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ W എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? സോ അതവിടെ കാണിച്ചിട്ടുണ്ട് W. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 135 എന്ന് കിട്ടും. സോ 135. ദെൻ എർത്ത് ഫില്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിൽ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ നോക്കിയാൽ മതി, നമ്മൾ ആ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, താഴേക്കെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് മീറ്ററിൽ വേണം. ഫ്രം 2 സെക്ഷനിൽ നിന്നും നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞത് മുന്നേ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് എപ്പോഴും അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് W1 ആക്ട് ചെയ്യുന്നത്. നമുക്ക് വിഡ്ത്ത് വൈസിൽ സെൻറ്റർ എടുക്കണം. സോ വിഡ്ത്ത് വൈസ് സെൻറ്റർ ആകുമ്പം ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെത് 1.65 ആണ് വിഡ്ത്ത്. സോ വിഡ്ത്തിൻ്റെ സെൻറ്റർ, സോ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എപ്പോഴും D/2 B/2 കിടക്കുന്നത്. സോ വിഡ്ത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് B/2. ഇവിടെ B എന്ന് പറയുന്നത് എത്രയാണ്? 1.65. സോ 1.65/2. ക്ലിയർ ആയോ പറഞ്ഞത്? സോ അതാണ് അവിടെ എടുത്തേക്കുന്നത്, 1.65/2. സോ ആൻസർ കിട്ടിയിട്ടുണ്ട്. ലോഡും അതേപോലെ തന്നെ ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ മൊമെൻറ്റ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. മൊമെൻറ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണെന്നല്ലേ പറഞ്ഞത്. സോ ഇതിൻ്റെ ഡൗൺവേർഡ് ഡയറക്ഷനാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് 2 സെക്ഷൻ. സോ ഈ ഒരു സെക്ഷന് എബൌട്ടായിട്ട് ഈ ലോഡ് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതെന്ന് പറയുന്നത് ഏതായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? സോ അങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഹീൽ സ്ലാബാണ്. അപ്പം ഹീൽ സ്ലാബ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് ഫസ്റ്റ് 1.65 ആണ്. ഓക്കെ, 1.65. W is equal to 1.65 into 0.4 പിന്നെ ഇൻറ്റു 1. ദെൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ വെച്ചിട്ടാണ്? കോൺക്രീറ്റ് സെക്ഷനാണ്. സോ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 25. ക്ലിയർ ആയോ? സോ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവരെയും മനസ്സിലുണ്ടാകണം. ദാറ്റ് ഈസ് 1.65 മീറ്റർ ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹീൽ സ്ലാബ് ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് ഹീൽ സ്ലാബ്. സോ ഹീൽ സ്ലാബിൻ്റെ ഈ ഡയമെൻഷനാണ് ദാറ്റ് ഈസ് 1.65 എന്ന് പറയുന്നത്. ദെൻ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0.4 ആണ്. സോ 0.4 ആകുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ വെയിറ്റ് W എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ 0.4 × 1.65 യൂണിറ്റ് ലെങ്ത്തിലാണ് എപ്പോഴും ചെയ്യുന്നത്. 1 അത് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് സെക്ഷനാണ്. ദാറ്റ് ഈസ് 25. ഇത്രയും ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലോഡ് അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ്. ലോഡ് എപ്പോഴും ഈ റെക്റ്റാങ്കിൾ, ഇതാണ് റെക്റ്റാങ്കിൾ, ഹീലിൻ്റെ മാത്രം റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്.
സോ ഇതിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ലോഡ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലാണ്. സോ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് ഫ്രം ഇതാണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. സോ അതും ഒരു റെക്റ്റാങ്കിൾ ആണ്. സോ അതിൻ്റെ വിഡ്ത്ത് വൈസ്, വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് 1.65. അതിൻ്റെ ആ ഒരു വിഡ്ത്ത് വൈസ് സെൻറ്ററിലാണ്. റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് d/2 b/2 ആണ്. നമുക്ക് വിഡ്ത്ത് വൈസ് സെൻറ്റർ ആണ് വേണ്ടത്. സോ 1.65 ഓക്കെ. സോ അതാണ് കാണിച്ചേക്കുന്നത് ഹീൽ സ്ലാബിൻ്റെ കാൽക്കുലേഷൻ. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ വാല്യൂ ആണ്. ഇനി ലോഡിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീൽ സ്ലാബിൻ്റെ കേസിലും ലോഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഓക്കെ, ഡൗൺവേർഡ് ഡയറക്ഷനാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് സെക്ഷന് എബൌട്ടായിട്ട് ഈ ലോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. സോ ലോഡിൻ്റെ ഡയറക്ഷൻ ഡബ്ല്യുവിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസും ആയിരിക്കും. ക്ലിയർ ആയോ? സോ ഇത് തന്നെയാണ് നമ്മൾ താഴെയും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി പോകുന്നത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തേക്കാണ്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തെ ഫസ്റ്റ് ഇതാണ്ടേ ഈ റെക്റ്റാങ്കിളാണ്. സോ അപ്പോൾ അവിടുത്തെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഈ വിട്ട് എത്രയായി 24.87 ഇൻറ്റു പിന്നെന്താണ് ഇത്, അതെത്രയാണ് 1.65 അല്ലേ? തൊട്ട് താഴെ നമ്മൾ ആ ഫിഗർ എടുത്ത് വരച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ തേർഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതാണ് ഇത് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അകത്തുള്ളതാണ് അല്ലേ? അപ്പോൾ ലോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 24.87 ഇൻറ്റു 1.65. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് യൂണിറ്റ് ലെങ്തിലാണ്. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് യൂണിറ്റ് ലെങ്തിലാണ്. പിന്നെ ഇത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല. സോ 25 16 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇത്രയും ആയിരിക്കും ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലാണ്. സോ ഇവിടെ നിന്നും ഇതാണ് 2 സെക്ഷനിൽ നിന്നും ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡ് എന്ന് പറയുന്നത് d/2 b/2 ആണ്. വിഡ്ത്ത് വൈസ് സെൻറ്റർ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഈ ഡിസ്റ്റൻസ് ഫുൾ എത്രയാണ് 1.65. സോ അതിൻ്റെ by2 ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഇവിടെ ഡബ്ല്യുവിൻ്റെ ഡയറക്ഷനും മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, ഇതിൻ്റെ ബോട്ടത്തിലേക്കാണ് എപ്പോഴും ലോഡ്സ് കൊടുക്കുന്നത്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ഫോഴ്സും ഇതാണ്, മുകളിലേക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോഡ് മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഡബ്ല്യുവിൻ്റെ ഡയറക്ഷൻ അപ്പോ ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? സോ ഇതാണ് 2 സെക്ഷൻസ്. ഈ 2 സെക്ഷൻ എബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇത് ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? സോ ഇത് രണ്ടും ആയിരിക്കും അവിടെ കൊടുക്കേണ്ടത്. സോ നോക്കാം. അപ്പോ ഡയറക്ഷൻ ഇതാണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 2.87 ഇൻറ്റു 1.65 1.65/2 ദെൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമ്മൾ 3 കംപ്ലീറ്റ് ചെയ്തു. 3 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 4th സെക്ഷനാണ്. സോ 4th സെക്ഷൻ ചെയ്യുമ്പോൾ നോക്കുക. 4th സെക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിൾ ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ തൊട്ട് താഴെ വരച്ച് വെച്ചിട്ടുണ്ട് ട്രയാങ്കിൾ. അപ്പം ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എല്ലാം ഉണ്ട്. ദെൻ ഡബ്ല്യു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഹാഫ് BH അല്ലേ? സോ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ്. സോ 1.65 ഇൻറ്റു ഇത് എത്രയാണത്? 44.643 ഇൻറ്റു യൂണിറ്റ് ലെങ്തിലായതുകൊണ്ട് 1. ഇനി ഇത് ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഇവിടെ ഇല്ല, കാരണം നമ്മളിത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തെ വാല്യൂ ആയതുകൊണ്ട് ഡബ്ല്യു എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാകത്തുള്ളൂ.
സോ നമുക്ക് നോക്കാം ഡബ്ല്യു അത് തന്നെയാണ് എഴുതിയിരിക്കുന്നുള്ളത്. സോ നോക്കിക്കൊള്ളുക, ഡബ്ല്യു ഹാഫ് ബി എച്ച്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ എന്തുകൊണ്ടാണ് അപ്വേർഡ് ഡയറക്ഷൻ വന്നതെന്നുള്ളത് നമുക്ക് കോമൺ ഫിഗറിനകത്തേക്ക് നോക്കാം. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണ്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്തെ ഒരു ഫിഗർ ആയതുകൊണ്ട് ഇതിൻ്റെ ലോഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഡബ്ല്യുവിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനിയും സെൻട്രോഡൽ ഡിസ്റ്റൻസ് വേണം. സെൻട്രോഡൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ട്രയാങ്കിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ട്രയാങ്കിൾ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതൊരു ട്രയാങ്കിളാണ്. ഓക്കെ, ട്രയാങ്കിളിനകത്ത് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. ഇതാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. കറക്റ്റ് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോഡിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, ഡബ്ല്യു. ഇനിയും ഈ സെൻട്രോഡ് മെഷർ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. ഇത് ബേസ് ആണ്, ബേസിൽ നിന്നും മെഷർ ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ അപ്പെക്സ് ആണ്. സോ അപ്പെക്സിൽ നിന്നും ഇങ്ങോട്ടേക്കും മെഷർ ചെയ്യാം. സോ രണ്ട് ഡയറക്ഷനിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇനിയിപ്പം ഈ ഒരു ബേസിൽ നിന്നുമാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആ വാല്യൂ എന്ന് പറയുന്നത് 1/3 ഓഫ് ബിയും. ദെൻ അപ്പെക്സിൽ നിന്നും, ഇതാണ് അപ്പെക്സ്, അപ്പെക്സിൽ നിന്നുമാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2/3 ഓഫ് ബി ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ആയിരിക്കും ബി എന്ന് പറയുന്നത്. അപ്പം രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. നമ്മൾ ഇതാണ്ട് ഇവിടെ നിന്നും ഈ ഒരു കറക്റ്റ് പെർപെൻഡിക്കുലറിൽ നിന്നുമാണ് മെഷർ ചെയ്യുന്നത് സെൻട്രോഡിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എടുക്കാം, 1/3 ഓഫ് ബിയും. ഇതാണ്ട് ഈ അപ്പെക്സിൽ നിന്നുമാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ 2/3 ഓഫ് ബി. അപ്പോൾ നമ്മുടെ സെക്ഷൻ കിടക്കുന്നത് ഈ അപ്പെക്സിലാണോ അല്ലെങ്കിൽ ബേസിൽ കൂടെയാണോ കടന്നു പോകുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ അതിനുശേഷം 1/3 ആണ് 2/3 ഓഫ് ബി ആണോ എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഒറിജിനൽ ഫിഗർ ഇതാണ്. സോ ഈ ഫിഗറിനകത്ത് മുകളിലേക്കാണ് ലോഡ്, ലോഡിൻ്റെ ഡയറക്ഷനൊക്കെ പറഞ്ഞു. ഓക്കെ, ഓക്കെ, ലോഡിൻ്റെ ഡയറക്ഷനൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്കിനി വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നിന്നുമാണ്, ഇതാണ് നമ്മൾ 2 സെക്ഷൻ, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇതാണ് സെൻട്രോൾ ഡിസ്റ്റൻസ്. നോക്കുക, ഇതാണ് ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ അപ്പെക്സ് ഇവിടെയാണ്. സോ ബേസ് ഇവിടെയാണ്. സോ ബേസിൽ നിന്നാണ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? 1/3 ഓഫ് ബി ആയിരിക്കും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ബി എന്ന് പറയുന്നത് എത്രയാണ്? 1.65. സോ ഇതിനകത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ഓഫ് 1.65 ആയിരിക്കും. ഓക്കെ, ഇതാണോ എഴുതിയിരിക്കുന്നത്? നോക്കാം. 1/3 ഓഫ് ബി ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇതാണ് ഈ കിടക്കുന്നത്. ഇനി അത് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ എന്ന് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് നോക്കുക, ലോഡ് പോകുന്ന ഡയറക്ഷൻ നോക്കുക. ലോഡ് പോകുന്ന എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ലോഡ് പോകുന്നത്. സെക്ഷൻ ദാണ്ട് ഇതാണ് സെക്ഷൻ. സോ ഇതിന് എബോട്ടായിട്ട് ലോഡിൻ്റെ ആരോ എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ പറ്റത്തുള്ളൂ. സോ ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ മൊമെൻ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം അത്രയും പോർഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്മ ഡബ്ല്യുവും സിഗ്മ എമ്മും ആണ്. സിഗ്മ ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ഡബ്ല്യുവിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനുള്ള രണ്ട് വാല്യൂസ് ഉണ്ട്. ഡൗൺവേർഡിനെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് -135 -16.5 പ്ലസ് വരാനുള്ള കാരണം ഇത് അപ്വേർഡ് ഡയറക്ഷനാണ്, +40.035 +36.830. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വാല്യൂ കിട്ടുന്നത്, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആകാം, ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആകാം. അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂവിനെ മാത്രം സിഗ്മ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്തേക്ക് എഴുതുക. ക്ലിയർ ആയോ പറഞ്ഞത്? താഴേക്ക് വരുന്നതിനെയല്ല, താഴേക്ക് വരുന്ന ലോഡിനെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുക. ക്ലിയർ ആയോ? മുകളിലേക്ക് പോകുന്നതിനെല്ലാം പോസിറ്റീവ് ആക്കും. നെക്സ്റ്റ് അതേപോലെ തന്നെ സിഗ്മ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെൻ്റ് എല്ലാം പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എല്ലാം നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 108.9 ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്,
ദെൻ 13.612 ക്ലോക്ക് വൈസ് പോസിറ്റീവ്, -33.854 കാരണം എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് -20.25. സോ ഇത്രയും ചെയ്യുമ്പോഴാണ് സിഗ്മ എം കിട്ടുന്നത്. അത് നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് കിട്ടുന്നത് നോക്കണ്ട, ആ ഡയറക്ഷൻ നോക്കണ്ട, കിട്ടുന്ന വാല്യൂവിനെ മാത്രം എടുത്ത് സിഗ്മ എമ്മിൻ്റെ സ്ഥാനത്ത് എഴുതുക. നെക്സ്റ്റ് നമുക്കിനി നോക്കേണ്ടത് ഡെപ്ത് ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഷിയർ ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ടോസ് ലാബിൻ്റെ കേസിൽ ചെയ്ത അതേമാതിരി തന്നെയാണ്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 കേസിലും ചെയ്യേണ്ടത് ഡെപ്ത് ചെക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് കിട്ടുന്ന എമ്മിനെ എടുക്കുക, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡെപ്ത് ചെക്ക് ചെയ്യുക. പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ടതും എങ്ങനെയാണ് എന്നുള്ളത് സേഫ് ആണെന്നുണ്ടെങ്കിൽ AST കണ്ടുപിടിക്കുക, ദെൻ അതിനുശേഷം ഷിയർ ചെക്ക് ചെയ്യുക. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ എം നമുക്ക് കിട്ടിയത് എത്രയാണ്? 68.408 ആണ്. അതിനെ mu ആക്കാൻ വേണ്ടിയിട്ട് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വാല്യൂ ഇസ് 102.612 kN/m. ദെൻ ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇതാണ്ട് mu ലിമിറ്റിൻ്റെ ഇക്വേഷൻ. 0.36 XU max divided by D 1 minus 0.42 XU max by D FCK BD square. ദെൻ അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. mu ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102.612 ആയിരുന്നു. ദെൻ 0.36 XU max by D is 0.48. ദെൻ 1.42 XU max by D 0.48, 20. ദെൻ ബി എന്ന് പറഞ്ഞാൽ 1000 ആണ്, 1 മീറ്റർ ലെങ്ത്തിലാണ് ചെയ്യുന്നത്. സോ D സ്ക്വയർ. ദെൻ അതിനകത്തുനിന്ന് നമുക്ക് D റിക്വയർഡ്, നമുക്ക് ഈ ഒരു മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര D വേണമെന്നാണ് പറയുന്നത്? 192.833. നമ്മൾ കൊടുത്തിട്ടുള്ള D ഇത് തന്നെയാണോ, സ്മോൾ d ഇത് തന്നെയാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അസ്യൂം ചെയ്യേണ്ട 2 കാര്യമുണ്ട്. നമ്മൾ ഹീൽ സ്ലാബ് എടുക്കുമ്പോഴും ടോസ് സ്ലാബ് എടുക്കേണ്ടതും കവർ ഒരേ കവറേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമീറ്റർ ഓഫ് ബാറും ഒരേ പോലെ തന്നെ എടുക്കുക. നമ്മൾ പഴയ കേസിലും 60 mm 10 mm ഡയമീറ്റർ ബാറുമാണ് യൂസ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ D പ്രൊവൈഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? നമ്മുടെ ബേസ് സ്ലാബിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഹീൽ സ്ലാബിൻ്റെ കേസിലും ടോസ് സ്ലാബിൻ്റെ കേസിലും ദാറ്റ് ഇസ് 400 mm തന്നെയാണ്. ഓക്കെ, സോ ആ 400 mm -60 കവർ മൈനസ് കൊടുക്കുന്ന ബാറിൻ്റെ ഡയമീറ്ററിന് പകുതി. സോ നമ്മൾ D പ്രൊവൈഡ്, നമ്മളിപ്പോൾ ഒറിജിനലി അവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 335. ഇപ്പോൾ D റിക്വയർഡ് ഇത്രയുമായിരുന്നു, നമ്മൾ D പ്രൊവൈഡ് ഇത്രയും കൊടുത്തിട്ടുമുണ്ട്. സോ ഈ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? സേഫാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? സോ അതാണ് ഈ ഒരു കേസിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് mu ആണ്. mu നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണത്? AST ആണ്. സോ mu കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.87 FI AST D 335. ദെൻ അഗൈൻ AST FI FCK B then D. സോ ASTയുടെ വാല്യൂ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് AST മിനിമം 0.12% ഓഫ് BD ആണ്. സോ 0.12% ഓഫ് BD ചെയ്തു, B then D. സോ 480 mm² എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ, കാരണം നേരത്തെ D ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത അതേ ഡയമീറ്റർ ഓഫ് ബാർ തന്നെ വേണം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്പർ ഓഫ് ബാർസ് AST കിട്ടിയ AST ഡിവൈഡ് ബൈ 5/4 10². സോ നമുക്ക് 11 പോയിന്റ് സംതിങ്ങിനാണ് കിട്ടിയത്. സോ അതിനെ റൗണ്ട് ചെയ്ത് 12 ബാർ. ദെൻ സ്പേസിങ് ഇസ് B ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർ ചെയ്താൽ മതി. സോ B ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബാർ ഇസ് 12. സോ സ്പേസിങ് എന്ന് പറയുന്നത് 83 ആണ്. കുറച്ചാണ് നമ്മൾ അതിനെ റൗണ്ട് ചെയ്യുന്നത്. സോ 80 mm. ഓക്കെ, അപ്പം ലാസ്റ്റ് എഴുതി വെക്കുന്നു. നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് 10 mm 5 bars at 80 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ദെൻ AST മിനിമത്തിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് എഴുതി. അവിടെയും ഇനി ഒരു ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്യണം. ആ ഡയമീറ്റർ ഓഫ് ബാർ എന്ന് പറയുന്നത് 8 mm ഡയമീറ്റർ ബാർ ആണ്. ദെൻ അവിടെ സ്പേസിങ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1000 A5 ഡിവൈഡ് ബൈ AST എന്നാണ്. A5 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമീറ്റർ ഓഫ് ബാറിന്റെ ഏരിയ. സോ 5/4 × 8². ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ AST മിനിമം
ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാറിനകത്ത് AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AST മിനിമം ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സ്പേസിങ് നമുക്ക് കിട്ടിയത് കാൽക്കുലേഷൻ ഉപയോഗിച്ച് കിട്ടിയത് 104 ആണ്. സോ അതിന് ചെറിയ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് 100 mm. നമ്മളിനി റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ 10 mm ഡയമീറ്റർ ബാർ ആയിട്ട് 80 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ടോപ്പ് ഫേസ് ഓഫ് ബോട്ടം സ്ലാബ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഹീൽ സ്ലാബും ടോ സ്ലാബും ചെയ്യുന്ന സമയത്ത് സ്ലാബ് ഇതാണ് അല്ലേ, സ്ലാബിന്റെ ഇത്രയും പോർഷന് ഹീലാണ്, ഇത്രയും പോർഷൻ ടോ. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹീൽ സ്ലാബാണ്. ഹീൽ സ്ലാബിന്റെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് ടോ സ്ലാബിന്റെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ടോ സ്ലാബ്, ഇത് ഹീൽ സ്ലാബ്. അപ്പം ഹീൽ സ്ലാബിന്റെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ലോഞ്ചിറ്റ്യൂണൽ റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പ് ഫേസിലാണ്. ദെൻ ടോ സ്ലാബിൻ്റെ ബോട്ടം ഫേസിലാണ്. ഓക്കെ, അതർ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ സ്ലാബിന്റെ അതർ സൈഡ് എന്ന് പറയുന്നത്, ഹീൽ സ്ലാബിന്റെ അതർ സൈഡ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ, അവിടെ നമ്മൾ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടും കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർ അറ്റ് 80 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് അറ്റ് ടോപ്പ് ഫേസ് ഓഫ് ബോട്ടം സ്ലാബ് ഓഫ് ഹീൽ സ്ലാബ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് ആസ് 8 mm. അതായത് ഇതിപ്പോൾ നമ്മൾ ഹീൽ സ്ലാബ് മാത്രമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഹീൽ സ്ലാബിന്റെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മുകളിലാണ്. സോ ഇതിനകത്തും അകത്തേക്ക് എന്തുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ ആ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്നത് 8 mm ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ ബോട്ടത്തിലും അപ്പോൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ബോട്ടത്തിലെ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് തന്നെയാണ് രണ്ട് ഡയറക്ഷനിലും, അതായത് ഈ ഡയറക്ഷനിലും ഉള്ളിലേക്കുള്ള ഡയറക്ഷനിലും കൊടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്പേസിങ്ങിന് വീണ്ടും, അതായത് ടോട്ടൽ ASTA ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്പേസിങ് കണ്ടുപിടിക്കുമല്ലോ, ആ സ്പേസിങ് എന്ന് പറയുന്നത് ഈ പ്രൊവിഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഹീൽ സ്ലാബിനാണെങ്കിലും ടോ സ്ലാബിനാണെങ്കിലും മെയിൻ റീഎൻഫോഴ്സ്മെന്റ് കൂടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് സ്പേസിങ് നമ്മൾ ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ അതർ സൈഡിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് മാത്രം കൊടുക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് സ്പേസിംഗ് ആണ് ഇവിടെ 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 200 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ദെൻ അവിടുത്തെ സ്പേസിംഗ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നോക്കിക്കേ, 1000 pi/4 8² ടോട്ടൽ മിനിമം ASTA ബൈ 2 ചെയ്യും. സോ 240 കൊണ്ടായിരിക്കും നമ്മൾ ആ സ്പേസിങ്ങിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് 200 mm. അതെവിടെയാണ് കൊടുക്കുന്നത്? അതെവിടെ കൊടുക്കുന്നത്? ടോ സ്ലാബിന്റെയും ഹീൽ സ്ലാബിന്റെയും കേസിൽ ആ സ്പേസിങ്ങിലുള്ള വ്യത്യാസം പറയാം. ഇതിപ്പോൾ സപ്പോസ് ഹീൽ സ്ലാബ് ആണെന്ന് വിചാരിക്കുക. ഹീൽ സ്ലാബിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ടോപ്പിൽ കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടാകും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റ്. അവിടെ നമ്മൾ ഇതാണ്ട് ഈ ഒരു സ്പേസിങ് ആയിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ സ്പേസിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നമുക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെന്റുമായിട്ട് സെയിം എന്ത് തന്നെയായിരിക്കും കൊടുക്കുന്നത്? 8 mm ഡയമീറ്റർ ബാർ തന്നെയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവിടുത്തെ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടല് കിട്ടിയ ASTA അതായത് 480 നമ്മൾ എന്ത് ചെയ്യും? ബൈ 2 ചെയ്യും. ഓക്കെ, ബൈ 2 ചെയ്ത് കിട്ടിയ ആ വാല്യൂ കൊണ്ട് കിട്ടുന്ന സ്പേസിങ് ദാറ്റ് ഈസ് 200 mm സെന്റർ ടു സെന്റർ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. ഇത് ഏതിൻ്റെ കേസിൽ? ഹീൽ സ്ലാബിന്റെ കേസിൽ. അതേ സമയത്ത് ടോ സ്ലാബിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് എഗെയിൻ ടോ സ്ലാബ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. അപ്പം ടോ സ്ലാബിന്റെ കേസിൽ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബോട്ടമാണ്.
അതായത് 10 mm ഡയമീറ്റർ ബാർ. അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കും. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ by2 AST മിനിമത്തെ അതേപോലെ 480 തന്നെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സ്പേസിങ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മറ്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടും ഒരേ റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ സ്പേസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ AST ആയിട്ടുള്ള AST മിനിമത്തിനെ by2 ചെയ്യും. ദെൻ 240, ഈ 240 വെച്ചിട്ട് സ്പേസിങ് കണ്ടുപിടിക്കും. ആ സ്പേസിങ് ആയിരിക്കും അവിടുത്തെ ഇതിനും അതേപോലെ തന്നെ ഇതാണ്. ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റും ആ സ്പേസിങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞ് രണ്ട് സ്പേസിങ്ങും പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഞാൻ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ചെക്ക് ഫോർ ഷിയർ. ഷിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ആ ഒരു ടേബിള് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ σw എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചേക്കുന്നത്? ആ വി എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നത് σw = V ആയിരിക്കും. ദെൻ അതിനെ എന്താക്കി മാറ്റണം? VU ആക്കി മാറ്റണം. സോ VU ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് ടോ വി വേണം. ടോ വി = VU/BD. VU കണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബിയും ഡിയും നമുക്ക് അറിയാവുന്നതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ടോ വിയുടെ വാല്യൂ കിട്ടി. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ടോ സി കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വേണം. 100 AST പ്രൊവൈഡഡ് ഡിവൈഡ് ബൈ BD. നമുക്കിവിടെ 12 ബാർസ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 12 π/4 × 12² × 100 ഡിവൈഡ് ബൈ B × D. സോ നമുക്ക് PT വാല്യൂ കിട്ടി. ഈ PT വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടോ സി കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അറിയാം, നമുക്കൊരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിളിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. ഷിയർ ചെക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ഇതാണ്. സോ ഇവിടെ 100 AST എന്ന് പറയുന്ന ആ ഒരു സാധനം കിടപ്പുണ്ട്, ആ ഒരു കോളം കിടപ്പുണ്ട്. നമുക്ക് വേണ്ടത് M20 എന്ന് പറയുന്നതിൻ്റെ കോളവുമാണ്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള PT വാല്യൂ എന്ന് പറയുന്നത് 0.405 ആണ്. അപ്പം ഇതിനകത്തേക്ക് നോക്കുക, 100 AST/BDക്കകത്ത് 0.45 ഇല്ല, പകരം എന്തൊക്കെയുണ്ട്? 0.25ഉം 0.50ഉം ഉണ്ട്. സോ ആ രണ്ട് വാല്യൂവിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 0.25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ടോ സി വാല്യൂ ആണ്. ടോ സി വാല്യൂ കറസ്പോണ്ടിങ് ടു M20, ദാറ്റ് ഈസ് 0.36. ദെൻ 0.50ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ദാറ്റ് ഈസ് 0.48. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കാണണം? 0.405ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അതിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇന്റർപോളേറ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്റർപോളേറ്റ് ചെയ്യുന്നത്? 0.48 - 0.36, 0.50 - 0.25. ഇറ്റ്സ് മൾട്ടിപ്ലൈയിങ് വിത്ത് 0.405 - 0.25 is adding 0.36. നമുക്ക് എന്ത് കിട്ടിയ വാല്യൂ? 0.4344. ക്ലിയർ ആയോ? എന്നിട്ട് ചെക്ക് ചെയ്യുന്നു ടോ വിയും ടോ സിയും. ടോ വി വാല്യൂ ടോ സി വാല്യൂ ഉണ്ട്. ടോ വി ഇസ് ലെസ് ദാൻ ടോ സി ആണെന്നുണ്ടെങ്കിൽ ഷിയറിന് സേഫ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഹീൽ സ്ലാബിൻ്റെ ഡിസൈൻ. അപ്പോൾ ഹീൽ സ്ലാബിൻ്റെ ഡിസൈനിന് വേണ്ടി ഓരോ പോർഷനെ എടുത്തു. ദെൻ ഓരോ പോർഷനെ എന്താക്കി മാറ്റി? ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ σwയും σmഉം കണ്ടുപിടിച്ചു. ദെൻ ആ M വെച്ചിട്ട് MU ഫൈൻഡ് ഔട്ട് ചെയ്തു. AST കണ്ടുപിടിച്ചു, AST മിനിമം. ദെൻ സ്പേസിങ് കണ്ടുപിടിച്ചു. ദെൻ പിന്നെ ഷിയർ ചെക്ക് ചെയ്തു. ഓക്കെ, ഇത്രയും സ്റ്റെപ്പാണ് ഹീൽ സ്ലാബിൻ്റെ ചെക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു ടോ സ്ലാബിൻ്റെ ചെക്ക്. അപ്പം ആ ഒരു ടേബിൾ കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഹീൽ സ്ലാബിനും ടോ സ്ലാബിനും ഒരേപോലെ തന്നെ. പിന്നെ സ്പേസിങ് ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ചെയ്തിട്ടുള്ള സ്പേസിങ് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 480 വെച്ച് ചെയ്യുന്ന 480 വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്പേസിങ് ആണല്ലോ. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 100 mm സ്പേസിങ് ഉണ്ടല്ലോ, ആ സ്പേസിങ്ങിന് കൊടുക്കാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക്
വേറെ സ്പേസിംഗ് കൊണ്ട് കണ്ടുപിടിക്കേണ്ട. 8 mm ഡയമീറ്റർ ബാർ 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് കൊടുത്താലും വിഷയമൊന്നും ഇല്ല. ഓക്കെ, ഏത് സ്പേസിംഗ് വേണം നമുക്ക് എടുക്കാം. സ്പേസിംഗിന്റെ ഒരു ഓർഡർ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിസൈൻ ഓഫ് ഷിയർ കീ ആണ്. ഡിസൈൻ ഓഫ് ഷിയർ കീ എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ഡിസൈൻ ഓഫ് ഷിയർ കീ വരുന്നത്? കാരണം നമ്മൾ 3 ചെക്ക് ഉണ്ടായിരുന്നു. ഒന്ന് എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ചെക്കിംഗ് ഉണ്ടായിരുന്നു, ഓവർ ടേണിങ്ങിന് എഗെയിൻസ്റ്റ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. സോ അതിനകത്ത് നമുക്ക് സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ചെക്കിങ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ആ ഒരു ഷിയർ കീയുടെ ഏകദേശം എന്താണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടേ, ഇവിടുന്ന് താഴേക്ക് ഇറക്കി ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ, ആ പെർട്ടിക്കുലർ ഡെപ്തിന് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ എ ഡെപ്തിൽ കുറച്ച് താഴേക്ക്, ആക്ച്വലി നമ്മുടെ റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്നത് ഈ പോർഷൻ, ഇത്രയും പോർഷനാണ്. ഓക്കെ, അതിന് ബോട്ടം ദണ്ട് ഈ ഒരു സ്റ്റെമ്മിന് കറക്റ്റ് ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ദണ്ട് ഇത്രയും പോർഷൻ ഇങ്ങനെ എക്സ്ട്രാ ഇറക്കി കൊടുക്കുന്നതാണ് നമ്മൾ ഷിയർ കീ. ഒരു ബോക്സ് പോലെ കൊടുക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷിയർ കീ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ആ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇത്രയുമാണ് ഡെപ്ത് ഓഫ് ഷിയർ കീ എന്ന് പറയുന്നുണ്ട്. അതായത് ഓൾറെഡി ദാണ്ട് ഇത്രയും ആയിരുന്നു നമ്മുടെ റീറ്റെയിനിങ് വോളിൻ്റെ സെക്ഷന്. സോ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത എ ഡെപ്തിലാണ്. ആ എ ഡെപ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷിയർ കീ ഡിസൈൻ ചെയ്തു എന്നായി. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ റീറ്റെയിനിങ് വോളിൻ്റെ ഫിഗറാണ്. ആ റീറ്റെയിനിങ് വോളിൻ്റെ ഫിഗറിനകത്ത് ടോ സ്ലാബ്, ഹീൽ സ്ലാബ് ഉണ്ട്, ദെൻ സ്റ്റെം ഉണ്ട്, ദെൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചതിനകത്ത് വലുതായിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഒന്നും എക്സ്ട്രാ കാണിച്ചില്ല, ആ ഒരു ഫിഗർ മാത്രം കാണിച്ചു. എന്നിട്ട് ആ 1-1 സെക്ഷൻ മാത്രം ഒന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, ആ 1-1 സെക്ഷൻ മാത്രം കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഒരു ഷിയർ കീ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ 1-1 സെക്ഷനിൽ മാത്രം ആവശ്യമുള്ളൂ. 1-1 സെക്ഷൻ എന്തിനാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-1 സെക്ഷനിൽ ആ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്ത് നമുക്കൊരു പ്രഷർ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ് ഡാഷ്. ഓക്കെ, 1-1 സെക്ഷനിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, ഇത്രയും ഈ ഒരു ഹൈറ്റ് വാല്യൂ, അത് എക്സ് ഡാഷ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ആ എക്സ് ഡാഷിൻ്റെ വാല്യൂ ആവശ്യമുണ്ട്. അപ്പം ആ വാല്യൂ ഇന്നതാണ് അല്ലെങ്കിൽ എക്സ് ഡാഷ് ആണ് വേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരച്ച് തന്നെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് 2 വാല്യൂസ് ഉണ്ട്, ഒന്ന് ഇവിടെയും ഉണ്ട്, ഒന്ന് ഇവിടെയും 2 സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഈ പോർഷനിലെ വാല്യൂ, ഈ വാല്യൂ ആവശ്യം ഇല്ല. വേണ്ടത് എവിടുത്തെ മാത്രമാണ് ദാണ്ട് ഇവിടുത്തെ എക്സ് ഡാഷ് മാത്രമാണ് ആവശ്യം. ഓക്കെ, എന്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ഷിയർ കീ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ അറ്റ് ദി ഫേസ് ഓഫ് ഷിയർ കീ, ഇപ്പോൾ ഷിയർ കീ കൊടുക്കുന്ന ആ ഫേസിലുണ്ടാകുന്ന പ്രഷർ. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. നമ്മൾ ഷിയർ കീ കൊടുക്കുന്നത് എന്ന് പറയുന്നത് റീറ്റെയിനിങ് വോള്. ഓക്കെ, ഇതാണ് റീറ്റെയിനിങ് വോള്. ഓക്കെ, റീറ്റെയിനിങ് വോളിൻ്റെ ഇപ്പം നമ്മൾ കൊടുക്കുന്നതാണ്, ഇതാണ് ഷിയർ കീ കൊടുക്കുന്ന ഫേസ്. സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പ്രഷർ നോട്ടേറ്റ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത. ഓക്കെ, അപ്പം അതെടുത്തു, അത് എക്സ് ഡാഷ് ആണ്. അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ എന്ന് പറയുന്ന എക്സ് ഡാഷ് ആണ്. എക്സ് ഡാഷ് നമ്മൾ തൊട്ട് മുന്നത്തെ പ്രീവിയസ് സ്റ്റെപ്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് കണ്ടുപിടിച്ച വാല്യൂ 78.983 kN/m എന്നാണ്. ദ നെക്സ്റ്റ് ടേം കോഎഫിഷ്യൻ്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. പാസീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ 1 + sin phi ഡിവൈഡഡ് ബൈ 1 - sin phi എന്നാണ്. സോ 530 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വാല്യൂസ് 3. നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഷിയർ കീ എന്ന് പറയുന്നത് അസ്യൂം ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിനിങ് വോളിൻ്റെ ഷിയർ കീ, റീറ്റെയിനിങ് വോളിൻ്റെ ഷിയർ കീ, അപ്പം ഇത് ഡെപ്ത് ആണ്.
എ. ഈ ഒരു ഷിയർ കീ എന്ന് പറയുന്നത് എത്രമാത്രം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രമാത്രം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3 × A × 78.983. അതെന്താണ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കോഎഫിഷ്യൻ്റ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഡെപ്ത്, പിന്നെ 78 എന്ന് പറയുന്നത് ഈ ഷിയർ കീയുടെ ഈ ഫേസിലുണ്ടാകുന്ന പ്രഷർ. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഷിയർ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 236.949 എ എന്ന് പറഞ്ഞ് കിട്ടും. എ അവിടെ അൺനോൺ ആണ്. നെക്സ്റ്റ് വേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൈൻസ്റ്റ് സ്ലൈഡിങ്. അപ്പോൾ സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ഉള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.4 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, നമ്മൾ അതിൻ്റെ ചെക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.4 ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പം സ്ലൈഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ചെക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന 0.9 × mu × സിഗ്മ W / P ഇത്രയും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ സമ്മപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ, റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഷിയർ കീ. ആ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഷിയർ കീ ആണ് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതും കൂടെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ഇത്രയും പോർഷൻ നമ്മൾ സ്ലൈഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗെയിൻസ്റ്റ് സ്ലൈഡിങ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പഠിച്ച ഇക്വേഷനാണിത്. ഇതാണ് പറഞ്ഞത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4 എന്ന് വരേണ്ടത് എന്ന് പറഞ്ഞത്. പക്ഷേ 1.4 ഗ്രേറ്റർ അല്ല വന്നത്. സോ ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാക്സിമം വാല്യൂ ഇസ് 1.4. then 1.4 is equal to then 0.9 mu 0.6 ആയിരുന്നു. then സിഗ്മ ഡബ്ല്യു, ഈ സിഗ്മ ഡബ്ല്യു എല്ലാം നമ്മൾ ആ സ്ലൈഡിങ്ങിൻ്റെ സ്റ്റെപ്പ് എടുക്കുക, റെസിസ്റ്റൻസ് എഗൈൻ സ്ലൈഡിങ് ആ സ്റ്റെപ്പ് എടുക്കുക. ആ സ്റ്റെപ്പിനകത്ത് 0.9 mu × സിഗ്മ ഡബ്ല്യു / P ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേജ് എടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ പിയുടെ വാല്യൂ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് തൊട്ട് മുന്നേ ചെയ്ത ഈ റെസിസ്റ്റൻസ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അപ്പം അതിൻ്റെ ക്യാൽക്കുലേഷനാണ് കാണിച്ചേക്കുന്നത്. സോ ഫൈനലി എയുടെ വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ എയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 0.0114 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 11 പോയിൻ്റ് ആയിട്ട് മാറി. സോ 11 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് കൊടുത്താൽ മതി. സോ നമ്മളൊരു പെർട്ടിക്കുലർ ഡെപ്തിൽ കൊടുത്തു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 mm ഡെപ്തിൽ നമ്മൾ എന്ത് കൊടുത്തു, ഷിയർ കീ പ്രൊവൈഡ് ചെയ്തു. അപ്പം ഷിയർ കീ എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 50 mm. ദെൻ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, എത്രയാണത് 0.35 മീറ്റർ. ആ സെയിം 0.35 മീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ 350 mm. ഓക്കെ, അപ്പം 350 mm വിഡ്ത്തിലും 50 mm ഡെപ്തിലുമാണ് നമ്മളിപ്പോൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഷിയർ കീ ഡിസൈൻ ആണിത്. ഷിയർ കീ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസും റീഇൻഫോഴ്സ്മെൻറ്റുമാണ്. ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത് റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും എടുക്കാം. ആ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ റീറ്റെയിനിങ് വോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിലിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്സ് ഉണ്ട്, മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്റ്റെമ്മിൻ്റെ കാര്യം പറയുന്നു, സ്റ്റെമ്മിൻ്റെ ഡിസൈൻ സ്റ്റേജസ്, സ്റ്റെമ്മിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചത്, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചതൊക്കെ എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം സ്റ്റെമ്മിൻ്റെ കേസിൽ 12 mm അറ്റ് 50 mm സെൻറ്റർ ടു സെൻറ്റർ കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെവിടെയാണ് കൊടുക്കുന്നത്? അത് മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, സ്റ്റെമ്മിൻ്റെതാണ് കിട്ടിയത്.
സോ ഇതിനെ എവിടെ കൊടുക്കണം അതിവിടെ പറയുന്നുണ്ട്. ഇന്നർ സൈഡ് ഓഫ് റീറ്റെയിനിങ് വോൾ, റീറ്റെയിനിങ് വോളിൻ്റെ ഇന്നർ സൈഡിലാണ് കൊടുക്കേണ്ടത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം. സോ ഇത് റീറ്റെയിനിങ് വോളാണ്. ഇത്രയും മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, റീറ്റെയിനിങ് വോൾ നോക്കുക. റീറ്റെയിനിങ് വോളിൻ്റെ ഇന്നർ ഫേസ് എന്ന് പറയുമ്പം ഇതാണ് ഇന്നർ ഫേസ്. ഇതുണ്ട്, ഈ പോർഷനാണ് ഇന്നർ ഫേസ്. അതിനകത്ത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് 12 mm 15 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ കൊടുത്തിരിക്കുന്നതുണ്ട്. ഇങ്ങനെ പോയിരിക്കുന്നത് ഈ ലൈൻ, ഇങ്ങനെ പോയിരിക്കുന്നത് ഈ ലൈനാണ് എന്തെന്ന് പറയുന്നത് 12 mm at 50 mm സെൻറ്റർ ടു സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്നർ ഫേസ്. ഇതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് 50 mm. ഏത് ലൈനാണ്? ഇതാണ്ട് ഇങ്ങനെ താഴേക്ക് പോയിരിക്കുന്നത് ഈ ലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, അവിടെ ഇനിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8 mm at 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇന്നർ സൈഡ്. അപ്പം ആ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഉള്ളിലേക്ക്. അത് എന്ത് തന്നെയാണ്? 8 mm at 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതും ഇന്നർ ഫേസിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇന്നർ ഫേസിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ റൗണ്ട്സ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കാണിച്ചിട്ടുണ്ട്. 8 mm 5 at 300 mm സെൻറ്റർ ടു സെൻറ്റർ, അതും ഇന്നർ ഫേസിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെമ്മിൻ്റെ കൂട്ടപ്പം. സ്റ്റെമ്മിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത് സൈഡ്? ഇന്നർ സൈഡ് മാത്രം. ഈ സൈഡ് മാത്രം, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയും അതേപോലെ എന്ത് കൊടുത്തേ പറ്റത്തുള്ളൂ, ഈ സൈഡിലും സ്റ്റെമ്മിന് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. സോ അതെന്താണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അവിടെ പ്രത്യേകിച്ച് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും എക്സ്ട്രാ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇവിടെ കൊടുത്ത സെയിം ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ സ്റ്റെമ്മിൻ്റെ ഔട്ടർ ഫേസിലെ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? സോ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും രണ്ടും എന്ത് തന്നെയാണ്? 8 mm at 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റെമ്മിൻ്റെ കേസിൽ സ്റ്റെമ്മ് വരച്ചിരിക്കുന്ന നോക്കുക. നമുക്കിവിടെ ഷിയർ കീ കൂടെ ഉണ്ട്. സോ ഷിയർ കീ കൂടെ ചേർത്ത് വരയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഷിയർ കീ വേണ്ടാത്ത കേസസിൽ പറയാം. ഇപ്പം ഷിയർ കീ ഉള്ള കേസാണ് പറയുന്നത്. ഇതാണ് ഷിയർ കീ ഉള്ള കേസിൽ ഇതാണ്ട് ഷിയർ കീയിലും കൂടെ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വളച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സോ രണ്ടിടത്തെയും റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിനകത്താണ് പിന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ക്ലിയർ ആയി? ഓക്കെ, അപ്പോൾ അത് സ്റ്റെമ്മിൻ്റെ കേസിൽ ഓക്കെ ആയി. ഈ നെക്ക് നമുക്ക് നോക്കേണ്ടത് ടോ സ്ലാബാണ്. ടോ സ്ലാബിൻ്റെ കേസിൽ ടോ സ്ലാബിൻ്റെ ഡിസൈൻ സ്റ്റെപ്പുകളൊക്കെ എടുക്കുക. അപ്പോൾ അതിനകത്ത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 10 mm at 80 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അറ്റ് ബോട്ടം ഫേസ് ഓഫ് ബേസ് സ്ലാബ്. ടോ സ്ലാബിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് ടോ സ്ലാബിൻ്റെ ബോട്ടം ഫേസിലാണ്. അപ്പോൾ അതെത്രയാണ്? 80 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ടോ സ്ലാബ് എടുക്കുക. ടോ സ്ലാബിൻ്റെ ബോട്ടം ഫേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. സോ ഇങ്ങോട്ട് അങ്ങ് കൊടുക്കും. ഓക്കെ, അങ്ങ് കൊടുത്തിട്ടേക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? 10 mm at 80 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് അവിടെയും ഉള്ളിലേക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8 mm at 100 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അറ്റ് ദ ബോട്ടം ഫേസ്. ഓക്കെ, സോ ബോട്ടം ഫേസിൽ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഈ ഡിസ്ട്രിബ്യൂഷനാണ് 8 mm at 100 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പം ടോ സ്ലാബിൻ്റെ കേസിൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അറ്റ് ഇവിടെയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല. സോ ഇങ്ങോട്ടേക്ക് അങ്ങ് കൊടുക്കും. പക്ഷേ ആക്ച്വലി ഇവിടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ഞാനിവിടെ ഈ ഒരു തിക്കൺ ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും അതേപോലെ വരുന്ന അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 mm at 200 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. കാരണം ആക്ച്വലി ഈ രണ്ടെണ്ണം എവിടെ മാത്രമേ വരുന്നുള്ളൂ?
ടോ സ്ലാബിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി സ്റ്റെമ്മിൻ്റെ റീജിയനിലും അതേപോലെ ഹീൽ സ്ലാബിൻ്റെ കേസിലും ഇതാണ് ഏതായിട്ട് കൊടുക്കുന്നത്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റായിട്ട് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. 8 mm at 200 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ടോ സ്ലാബിൻ്റെ കേസിൽ ഓക്കെ, ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ബോട്ടം ഫേസിലെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഈ ബോട്ടം ഫേസിലെ കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബോട്ടം ഫേസിൽ ടോ സ്ലാബിൻ്റെ കേസ് പറഞ്ഞു. ഇനി ടോ സ്ലാബിൻ്റെ ബോട്ടം അല്ലാതെ അപ്പർ ഫേസ് ഉണ്ടല്ലോ, ആ അപ്പർ ഫേസിൽ വരുന്ന കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പർ ഫേസിൽ ഇപ്പം ടോ സ്ലാബിൻ്റെ ബോട്ടം ഇതാണ്ട് ഇവിടുത്തെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതിന് ഇവിടെ നിർത്താൻ പറ്റില്ല, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോകുന്നതിനെ പേരുടെ പറയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നെക്സ്റ്റ് ഒന്നുകൂടെ പറയാം. ഇനി ഇതിപ്പോൾ ബോട്ടം ഫേസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ടോപ്പ് ഫേസ് വേണ്ടേ? ഇവിടെ ടോപ്പ് ഫേസിൽ നമ്മളപ്പോൾ എന്ത് കൊടുക്കും? ടോപ്പ് ഫേസിൽ കൊടുക്കുന്നതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. 8 mm at 200 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അറ്റ് ദ ടോപ്പ് ഫേസ്. അതേപോലെ തന്നെ അത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ AST മിനിമത്തിൻ്റെ പകുതി എടുക്കുന്നത്. പകുതി എടുത്തിട്ട് സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. അപ്പം ടോ സ്ലാബിൻ്റെ എവിടെ? ടോപ്പ് ഫേസിൽ. അതിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് എവിടെയാണ്? ബോട്ടം ഫേസിൽ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇനി ഹീൽ സ്ലാബ്. ഹീൽ സ്ലാബ് എന്ന് പറയുന്നത് ഈ പോർഷനാണ് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. ഹീൽ സ്ലാബിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് 10 mm at 80 mm at the top face of base സ്ലാബ്. അപ്പം ഹീൽ സ്ലാബിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് എവിടെയാണ്? ഹീൽ സ്ലാബിൻ്റെ ടോപ്പ് ഫേസിലാണ്. ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാ ഇവിടെ ഇത്രയും പോർഷൻ. ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ള 10 mm at 80 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്. ഇനി അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 mm at 100 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പം മെയിനും അവിടുത്തെ ഡിസ്ട്രിബ്യൂഷനുമായി. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് കിടക്കുകയാണ്. ഓപ്പോസിറ്റ് ഫേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തേ പറ്റുള്ളൂ. അവിടെ മെയിൻ ഇല്ല, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷനായിട്ടും, അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ അവിടെ മെയിനും വേണം. സോ മെയിനും ഇതായിട്ടാണ് ഒരു ലൈനാണ് മെയിൻ. അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവിടുത്തെ റൗണ്ടാണ്. സോ ഇത് രണ്ടും എന്ത് തന്നെയാണ്? 8 mm at 200 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അവിടെ കാണിച്ചിട്ടുണ്ട് 8 mm at 200 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ? സോ അതിവിടെ എഴുതിയിട്ടുമുണ്ട് ഹീൽ സ്ലാബിൻ്റെ കേസിൽ. അപ്പം മെയിനായിട്ടും അതിൻ്റെയൊക്കെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരും. അതാണ് നമ്മൾ ഡിസൈൻ ചെയ്തപ്പം ആദ്യം കണ്ടുപിടിക്കുന്ന സ്പേസിങ്. ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും 8 തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ആദ്യം ഒരു സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. ദെൻ മെയിൻ കൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലും ചുമ്മാതെ ഇടാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ AST മിനിമത്തിൻ്റെ പകുതി എടുത്തിട്ട് ആ പകുതിയുടെ വെച്ചിട്ട് സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. ആ കേസിലാണ് പറഞ്ഞത് അങ്ങനെ പകുതി എടുത്ത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 8 mm at 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താലും മതി എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഷിയർ കീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തേനെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തേനെ. താഴത്തെ ഇത്രയും പോർഷൻസ് കാണത്തില്ലായിരുന്നു. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം കാണിച്ചിരിക്കുന്നത് സൈസാണ്. ഇത് കാണിച്ചിട്ടുള്ളത് കേർടെയിൽമെൻ്റ് ആണ്. കേർടെയിൽമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്റ്റെമ്മിൻ്റെ ഹൈറ്റാണ് എടുത്തേക്കുന്നത്. സ്റ്റെമ്മിനെയാണ് കാണിച്ചേക്കുന്നത്.
ദെൻ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞു ടോപ്പിൽ നിന്നും സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് ടോപ്പിൽ നിന്നും 3.404 മീറ്റർ താഴെ മാറിയിട്ടാണ് നമ്മൾ കേർട്ടെയിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടോപ്പിൽ നിന്നും മെഷർ ചെയ്യുമ്പം അതാണ്ട് ഏകദേശം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നും ഓൾട്ടർനേറ്റീവായിട്ട് പോകുന്ന ബാർസുകൾ എന്ത് ചെയ്യണം? കേർട്ടെയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാർ പ്രൊവൈഡ് ചെയ്തു, അത് ഫുൾ ഫേസിൽ കൊടുത്തു. ദെൻ രണ്ടാമത്തെ ബാർ ഇവിടെ വരെ വരുന്നുള്ളൂ. മൂന്നാമത്തെ ബാർ ഫുൾ കൊടുത്തു. നാലാമത്തെ ബാർ, ദെൻ അടുത്ത ബാർ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ബാറുകൾ മാത്രം എന്ത് ചെയ്യുക? കേർട്ടെയിൽ ചെയ്ത് കൊടുക്കുക. അത് ഏതാണ് കേർട്ടെയിൽമെൻറ്റിൻ്റെ ഡിസ്റ്റൻസ്? ടോപ്പിൽ നിന്നും 3.404 മീറ്ററിൽ ശേഷം നമ്മൾ കേർട്ടെയിൽ ചെയ്ത് കൊടുക്കുക. അതാണ് പറയുന്നത്. ഫുൾ എടുത്തിരിക്കുന്നത് എന്താണ്? സ്റ്റെമ്മിൻ്റെ 5 മീറ്ററാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ താഴെ അതിൻ്റെ സ്പേസിങ് കാണിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത രണ്ടെണ്ണം തമ്മിലുള്ള സ്പേസിങ്. അപ്പോൾ സ്റ്റെമ്മിനകത്ത് കൊടുത്ത മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നോക്കിയാൽ മതി. 12 mm മറ്റ് 15 ആണ്. അപ്പം നോക്കിക്കേ, കേർട്ടെയിൽ ചെയ്യാത്ത രണ്ട് ബാർസുകൾ തമ്മിലുള്ള സ്പേസിങ് അപ്പോൾ എന്ത് വരും? 100 വരും. തൊട്ടടുത്തത് തമ്മിലാണ് എന്ത് വരുന്നത്? 50 വരുന്നത്. പക്ഷേ ഇത് തമ്മിൽ അപ്പോൾ എന്ത് വരും? 100 വരും. സോ ഇതും കൂടെ വരും. നമ്മുടെ റീറ്റെയിലിംഗ് ബോളിൻ്റെ ഡിസൈൻ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡീറ്റെയിലിംഗ് വ്യക്തമായിട്ട് നോക്കുക. എവിടെയാണ് നമ്മൾ സ്പേസിങ്, നമ്മൾ എവിടെയാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്? സ്റ്റെമ്മിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്നർ ഫേസിലാണ് വരുന്നത്. ടോ സ്ലാബിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടം ഓഫ് ദി ബേസ് സ്ലാബും, ഹീൽ സ്ലാബിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഫേസ് ഓഫ് ബേസ് സ്ലാബ്. ഓക്കെ, മനസ്സിലായോ? ബാക്കി എല്ലായിടും കൊടുക്കുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ ഈ ടോപ്പും ബോട്ടവും പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാം. സ്റ്റെമ്മിൻ്റെ കേസിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അറ്റ് ഇന്നർ ആയിരിക്കും. അപ്പം ഔട്ടർ ഫേസ് ഉണ്ടാവുമല്ലോ, ഔട്ടർ ഫേസിൽ നമുക്ക് മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും 8 mm മറ്റ് 300 mm സെൻറ്റർ കൊടുത്താൽ മതി. ദെൻ ടോ സ്ലാബിൻ്റെ കേസിൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ബോട്ടമാണ്. അപ്പം ടോപ്പ് ഫേസ് വരും. ടോപ്പ് ഫേസിൽ നമ്മൾ 8 mm ഡയമീറ്റർ ആയിട്ട് 300 mm സെൻറ്റർ കൊടുത്താലും മതി. ദെൻ ഹീൽ സ്ലാബിൻ്റെ കേസിൽ ടോപ്പിലാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സോ ബോട്ടത്തിൽ, ഹീൽ സ്ലാബിൻ്റെ ബോട്ടത്തിൽ 8 mm ആയിട്ട് 300 mm സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത് AST മിനിമത്തിനെ ഒന്ന് ഡിവൈഡഡ് ബൈ 2 ചെയ്യാതെ. ഓക്കെ, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇത്രയും ചേരുന്നതാണ് റീറ്റെയിനിങ് ബോളിൻ്റെ ഡിസൈന്. ഇത്രയും ചെയ്ത് വെക്കുക. ഇതാണ് ഫുൾ ഒരു റീറ്റെയിനിങ് ബോളിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലെങ്തി സ്റ്റെപ്പാണ്. അപ്പം ഈ ലെങ്തി സ്റ്റെപ്പിനെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.